വളരെ ഗ്യാപ്പ് കുറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാറെടുത്ത് എക്സിറ്റ് അടിച്ച് പോകണം. പക്ഷേ രണ്ട് വശത്തും വണ്ടികളുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിൽ, നിങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ട് തട്ടുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും, അതിങ്ങനെ വളച്ചൊടിച്ച് വരുന്ന സമയത്ത്. പക്ഷേ ഇതേ സംശയം പലപ്പോഴും തോന്നാറുള്ളതായതുകൊണ്ടും എപ്പോഴും ഇറങ്ങി നോക്കാൻ പറ്റാത്തതുകൊണ്ടും നിങ്ങൾ ഇത്തവണയും ഇറങ്ങി നോക്കുന്നില്ല. തട്ടുമെന്ന് പേടിയുണ്ട്, പക്ഷേ നിങ്ങൾ റിവേഴ്സ് എടുത്ത് പോകുന്നു, സമയം വേസ്റ്റ് ആക്കാനില്ലാത്തതുകൊണ്ട്. പക്ഷേ ഭാഗ്യത്തിന് എവിടെയും തട്ടാതെ വളരെ സേഫായിട്ട് നിങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നു. നിങ്ങൾക്ക് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഈ അനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അതായത് നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം പ്രതീക്ഷിക്കുന്നു, പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകുന്നു, ഇതാണ് എപ്പോഴും ആവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ റിയാലിറ്റിക്ക് അപ്പുറം കുറച്ചധികം കോഷ്യസ് ആണ്, കുറച്ചധികം പെസിമിസ്റ്റിക് ആണെന്ന് പറയാം. നെഗറ്റീവ് ഔട്ട്കം ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ പോസിറ്റീവ് ഔട്ട്കം ആണ് ഉണ്ടാകുന്നത്. ഇനി ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. നിങ്ങൾ ഇതെവിടെയും തട്ടി മുട്ടുകയും ചെയ്യില്ല, സ്ക്രാച്ചൊന്നും ആവില്ല എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും എവിടെയെങ്കിലും സ്ക്രാച്ച് ആവുന്നു, തട്ടുകയോ മുട്ടുകയോ അപകടം പറ്റുകയോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ഔട്ട്കം ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ കൂടുതലും നെഗറ്റീവ് ഔട്ട്കം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കുറച്ച് പെസിമിസ്റ്റിക് ആയിരിക്കും ചില ആളുകൾ കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. നമ്മളുടെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് സ്വയം അറിവുണ്ടെങ്കിൽ, ഒരു സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ, നമുക്ക് സിറ്റുവേഷൻസിനെ അസസ് ചെയ്യുന്നതിനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യാം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അസസ്മെൻറ്റ് കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇയാളെ ഹയർ ചെയ്താൽ കുഴപ്പമില്ല, ഈ ക്ലയൻറ്റ് കുഴപ്പമില്ല, ഇയാളായിട്ട് വർക്ക് ചെയ്യാം എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയതുകൊണ്ടാണോ? ഇത് ഭയങ്കര റിസ്ക് ആണെന്ന് ഇപ്പം ഞാൻ കാണുന്നത് ഞാൻ നെഗറ്റീവ് ഔട്ട്കം കൂടുതലും കാണുന്ന ഒരാളായതുകൊണ്ടാണോ എന്ന് സ്വയം ഒന്ന് പ്രോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഒരു വിലയിരുത്തുന്ന സൂചി അതിനെ കുറച്ചുകൂടി സെൻറ്റർ ചെയ്ത് കൊണ്ടു നിർത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ റിസൾട്ട്സും ബെറ്റർ ആവും.